Hi friends, welcome to Anu's Kitchen. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്, ബ്രെഡ് ഓംലെറ്റ്. ബ്രെഡ് ഓംലെറ്റ് പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചിനോ സ്കൂളിൽ കൊടുത്തുവിടാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് വീറ്റ് ബ്രെഡാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതിന് പകരം സാധാരണ വൈറ്റ് ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ എടുത്ത ബ്രെഡിൻ്റെ ആ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ സൈഡിലുള്ള, അത് കുറച്ച് കൂടുതൽ കട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് കളഞ്ഞത്. നിങ്ങൾ സാധാരണ ഒരു ബ്രെഡ് അതുപോലെ അങ്ങ് എടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മതി, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയിലയാണ് കൂടുതൽ നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില എടുത്തത്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവ് പോലെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇടാം. 2 നുള്ളു മതി, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട. പിന്നെ നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കണം. കുറച്ച് കുരുമുളക് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മതി. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള എണ്ണയാണിത്. ഇനി നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഈ എണ്ണയ്ക്ക് പകരം ബട്ടർ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു വലിയ നുള്ളു പഞ്ചസാര എടുത്തിട്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഉടനെ തന്നെ ഇത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡിലും ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2 സൈഡിലും പഞ്ചസാര ഇട്ടിട്ട് ഈ ബ്രെഡ് ഒരു 4-5 തവണ തിരിച്ചു മറിച്ചു വിടണം. അപ്പോൾ ആ ചൂട് കൊണ്ട് 2 സൈഡിലും ഇട്ട പഞ്ചസാര ഒന്ന് കാരമലൈസ് ആവും. ബ്രെഡ് ചെറിയൊരു ബ്രൗൺ കളർ വരികയും ചെയ്യും. ബ്രെഡ് കുറച്ചൊന്ന് ഒട്ടുന്ന പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. ഒരുപാട് സമയം വെക്കരുത്. പെട്ടെന്ന് ഒരു 4-5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പം ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് ആ ബ്രെഡിന് കിട്ടുന്നത്. ഇത്രയും മതി. ചെറിയൊരു ബ്രൗൺ കളർ 2 സൈഡും വന്നാൽ മതി. ഇനി ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു തുണിയോ വെച്ചിട്ട് ഈ പാൻ ഒന്ന് തുടച്ചു കൊടുക്കുക. കാരണം പഞ്ചസാര കാരമലൈസ് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് അതിനകത്ത് ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ വെച്ചിരുന്നാൽ പുകഞ്ഞു വരും. മുട്ട പൊരിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് മുട്ട പൊരിക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ഇതിനകത്തേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കട്ടി വേണ്ട. പാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് സ്പ്രെഡ് ആയിക്കൊള്ളും. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചാൽ മതി. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. ആ മുകളിലുള്ള മുട്ട നേരെ വെന്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആ ബ്രെഡും മുട്ടയും കൂടി അങ്ങ് ഒരുമിച്ച് ചേർന്നിരിക്കും. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ മുട്ട ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിടുവാണ്. ആ ബ്രെഡുള്ള സൈഡിൽ സ്പൂൺ വെച്ചിട്ട് തിരിച്ചിടണം. മുട്ട തിരിച്ചിടാൻ ഞാൻ വളരെ പോറാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കിട്ടിയത് ഭാഗ്യം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പം തന്നെ വീണ്ടും തിരിച്ചിടാം. ഒരുപാട് സമയം വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി ഒരു ബോക്സ് പോലെ വെക്കും. 3 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി വെച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ബ്രെഡ് ഒരു സൈഡിലേക്ക് വെച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് പോലെ ഉണ്ടാവും. കണ്ടോ? അപ്പോൾ നല്ല അടിപൊളി ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ. 5 മിനിറ്റ് മതി. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും നന്നായി ഇഷ്ടപ്പെടും. ഇതിനകത്ത് ആ പഞ്ചസാര കാരമലൈസ് ചെയ്ത ബ്രെഡും മുട്ടയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.